ഉള്ളത് കൊല്ലം ജില്ലയിലെ മാവടിയിലാണ്. ഞാനിവിടെ വരാനുണ്ടായ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ തരംഗമായി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. ആ വീഡിയോയിലുള്ള കൊച്ചു കലാകാരന്മാരുടെ അടുത്താണ് ഇന്ന് ഞാനുള്ളത്. ഇവരുടെയൊക്കെ മുഖം കണ്ടപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ചിലർക്കെങ്കിലും സംഭവം എന്താണെന്ന് മനസ്സിലായി കാണും. എങ്കിലും ഞാൻ പറഞ്ഞേക്കാം. കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുൻപ് ഇവരെല്ലാം കൂടെ ചേർന്ന് മണ്ണിൽ തീർത്തൊരു മുതലേ നമ്മൾ കണ്ടിരുന്നു. ആ വീഡിയോ ഇറങ്ങി ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത്. ഈ വീഡിയോ എന്താണെന്നും എന്തിനാണെന്നും നമ്മളോട് ഈ കൊച്ചു കലാകാരന്മാരെ തന്നെ പറയും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. നമസ്കാരം. പേര്? അമൽദേവ്, സൂരജ്, വിജിലീഷ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒരു മുതലയാണ് ഉണ്ടാക്കിയത്. ഈ ആഴ്ച ഇപ്പോൾ നിങ്ങൾ എന്താ ഉണ്ടാക്കിയേക്കുന്നത്? അരിക്കൊമ്പനെ തീർത്തും എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? മൊത്തം മണ്ണ. എത്ര ദിവസം എടുത്തു ഇതിൻ്റെ പണി തീരാൻ? 6 ദിവസം. 6 ദിവസം. എത്ര പേരുണ്ടായിരുന്നു? 8 പേര്. 8 പേര്. നിങ്ങൾ മുഴുവൻ സമയം എടുത്തു അതോ സമയമുള്ളപ്പം? അല്ല, ഒരു ദിവസം മൊത്തം. 6 ദിവസം. 6 ദിവസമായിട്ട് മൊത്തത്തിൽ തീർത്തല്ലേ? മണ്ണ് കൂടാതെ വേറെ എന്തൊക്കെ സംഭവം ചേർത്തിട്ടുണ്ട് ഇതിനകത്ത്? കമ്പ്, ചേറ്, ചതൽക്കുറ്റി. ഈ കൊമ്പൊക്കെ ഉണ്ടാക്കാനോ? അത് കമ്പ് വെച്ചിട്ട് പിന്നെ അത് മണ്ണ് വെറ്റിച്ചേക്കും. മണ്ണും ചതൽക്കുറ്റിയും ചേറും വെച്ചിട്ട്. ഈ ചതൽക്കുറ്റൊക്കെ നമ്മൾ വന്നിട്ട് അവിടെ പോയി എടുക്കും? അതൊക്കെ റബ്ബർ തോട്ടത്തിലൊക്കെ വീടും. കണ്ടുപിടിക്കണം അല്ലേ? ഞങ്ങൾ ഇത്രയും പേരല്ല, ഇനിയും പകുതി പേരോടെ വരാനുണ്ട്. അവരൊക്കെ ഒരു പരിപാടിക്ക് പോയേക്കുക. എന്തുകൊണ്ടാണ് ഇങ്ങനൊരു ആശയം നിങ്ങൾക്ക് മനസ്സിൽ തോന്നിയത്? കളിക്കാൻ ഗ്രൗണ്ട് ഇല്ലാതിരുന്നപ്പോൾ ചുമ്മാ ഇരുന്നപ്പോൾ പറഞ്ഞ് നമുക്കൊരു പോത്തിനെ ഉണ്ടാക്കാൻ. അങ്ങനെ ഉണ്ടാക്കിയ ഒരു പോത്തിനെ. അതിൻ്റെ തലപ്പനലായി പോയപ്പം ഞങ്ങൾ പിന്നെ മുതലയിലേക്ക് പോയത്. മുതല വെച്ച് പിന്നെ പോത്തിനെ അങ്ങ് ചരിച്ച് കിടത്തി മുതല കടിച്ച രീതിയായി. അങ്ങനെ പിന്നെ അരിക്കൊമ്പൻ്റെ അത് തന്നുകൊണ്ട് ഞങ്ങൾ പിന്നെ വിചാരിച്ച് അരിക്കൊമ്പനെ പണിയാണ്. അങ്ങനെ അരിക്കൊമ്പനെ പണി. അപ്പം കളിക്കാൻ സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണ് മെയിനായിട്ടും ഇങ്ങനൊരു ഇതിലേക്ക് തിരിഞ്ഞത് അല്ലേ? ഇതിൽ ഈ മുതല ഉണ്ടാക്കുന്നതിന് മുമ്പ് നിങ്ങൾ വേറെ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ? പോത്തിനെ അതല്ല, അങ്ങനെ അതിന് മുമ്പ് ഒന്നിനും ഉണ്ടാക്കിയിട്ടില്ല. ആര് പറഞ്ഞതൊരു ഐഡിയ ആയിരുന്നു ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന്, അതോ സ്വയമേ തോന്നിയാണോ? സ്വയമേ തോന്നി. ആലോചിച്ചിരുന്നപ്പോൾ ചുമ്മാ ഇരുന്നപ്പോൾ എല്ലാം കൂടെ അവിടെ ഇരുന്നപ്പോൾ കാര്യം പറഞ്ഞിട്ടിരുന്നപ്പോൾ തോന്നി. തന്നെ എല്ലാം കൂടെ വരുത്താൻ വരുന്നു ഞങ്ങളെല്ലാം കൂടെ. അല്ലാതെ വീട്ടുകാരുടെ സപ്പോർട്ടൊക്കെ നല്ലപോലെ ഉണ്ടായിരുന്നല്ലേ? വീട്ടുകാരുടെ നാട്ടുകാരുടെ എല്ലാം സപ്പോർട്ട്. ഇപ്പം എനിക്കൊന്ന് ഒരുപാട് ദൂരപ്രദേശങ്ങളിലൊക്കെ കാണാൻ ഒരുപാട് പേര് വരുന്നുണ്ടല്ലേ? എല്ലാവരും എത്രയിലൊക്കെ പഠിക്കുന്നത്? ഞാൻ 10ലെ റിസൾട്ട് വരെ നിൽക്കുക. ഞാൻ +2 ഇയാളോ? 6 ഞാൻ 10 എല്ലാവരും ഈ ഒരു പ്രായം ആൾക്കാർ തന്നെ 8 പേരും അല്ലേ? ഒരാൾ +2 കഴിഞ്ഞു. അത് ആരൊക്കെയാണെന്നുള്ളതൊന്ന് പറഞ്ഞേക്കാവോ? ശ്രീശിവൻ, അഭിഷേക്, അഭിജിത്ത്, മനു, ആരോമൻ. അപ്പോൾ അന്നേരം പോത്ത് കഴിഞ്ഞു, മുതല കഴിഞ്ഞു, അരിക്കൊമ്പം കഴിഞ്ഞു. അടുത്ത ഇനി എന്താ നിങ്ങളുടെ മനസ്സിലുള്ള ഒരു ഐഡിയ? കൊച്ചതായിട്ട് ഒരു ദിനെ പണി വെച്ചിട്ടുണ്ട്. അരയനത്തെയും മൊയിലിനെ ചെറുതായിട്ട്. അടുത്ത വലുതായിട്ടുള്ള സംഭവം എന്താ? വലുതായിട്ട് ചിലപ്പോഴേ പണിയുന്നുണ്ട്. സ്കൂളൊക്കെ തുറക്കുന്നുണ്ട്. ഇത് ഉദ്ദേശിക്കുന്നത് എന്താ? തേയിലത്തോട്ട് കിടക്കുന്നത് അല്ലല്ലോ? ആ തേയിലത്തോട്ടത്തിൽ കിടക്കുന്നതെല്ലാം ഒത്തിരി ഒരു പണിഞ്ഞിട്ടുണ്ട് കൊച്ചതായാലും. ഞങ്ങളൊരു വെറൈറ്റിക്ക് വേണ്ടിയാണ് ഇങ്ങനെ ഇരിക്കുന്ന രീതി. ശരിക്കും അരിക്കൊമ്പനെ കേരളത്തിൽ നിന്ന് കൊണ്ടുപോയതിൻ്റെ ഒരു സങ്കടമുണ്ടോ? ആനയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അല്ലേ? നമ്മുടെ ഈ ആനയുടെ ഈ കൺപീലിയൊക്കെ നമ്മൾ എന്താ വെച്ചാൽ പണിഞ്ഞേക്കുന്നത്? ചകിരി വെച്ച്. കൺപീലിയും വാലും അല്ലേ? ചകിരി. കണ്ണാട്ട് വെച്ചേക്കുന്നത് ഗോരിയ, ചെവിയായിട്ട് വെച്ചേക്കുന്നത് പാള കീഴിൽ. ഈ മടക്ക് മാത്രമേ പാള വെച്ചിട്ടുള്ളൂ, ബാക്കി മൊത്തം കൊണ്ട് ചേറ വെച്ചേക്കുന്നത്. ഇപ്പം ഇതുവരെയായിട്ടും എന്തുമാത്രം ആൾക്കാർ വന്ന് ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ടായിരിക്കും? 20 പുറത്ത് വന്നിട്ട്. കളിസ്ഥലം ഇല്ലാത്തതുകൊണ്ട് എന്തായാലും ഇങ്ങനൊരു ഉപകാരം ഉണ്ടായി. നിങ്ങളുടെ ഉള്ളിലെ കഴിവുകളെല്ലാം പുറത്തു വന്നു. പക്ഷേ എന്തായാലും ഈ പ്രായത്തിലുള്ള കുട്ടികൾക്കെല്ലാം ഒരു കളിസ്ഥലം അത്യാവശ്യമാണ് അല്ലേ? നിങ്ങൾ ഇതിനെപ്പറ്റി നിങ്ങളുടെ പഞ്ചായത്തിലെ മെമ്പറോടോ പ്രസിഡന്റിനോടോ എല്ലാം പറഞ്ഞിട്ടുണ്ടോ? മന്ത്രി വന്നായിരുന്നു. മന്ത്രിയോട് നിങ്ങൾ പറഞ്ഞോ കളിസ്ഥലത്തിൻ്റെ കാര്യമൊക്കെ? പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഈ ആനയുടെ ദേഹത്ത് ഈ ചുളുക്കൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ എങ്ങനെയാണ് ചെയ്തേക്കുന്നത്? ഇതൊക്കെ ഞങ്ങൾ തുണി ചേറിൻ്റെ അകത്ത് മുക്കിയിട്ട് വെച്ചേക്കുക. മടക്കി ഈർക്കൽ വെച്ച്. ഇതിപ്പം തുണി ഓൾറെഡി അതിനകത്തുണ്ടോ അന്നേരം? ഇതിൻ്റെ മേളിൽ കൂടെ പെയിൻറ്റിങ് കൂടെ ചെയ്തു. അപ്പോൾ ഇതല്ലാതെ ഇതിനകത്ത് പാട്ട് പാടാൻ കഴിവുള്ള ആരെങ്കിലും ഉണ്ടോ? മകി പാടും. മോനൊരു പാട്ട് പാടാവോ? പെണ്ണാളെ കതിരാളും വിഴിയാളെ തമ്പുരാനത്തിടുന്നുമ്പേ കലികോര വറുച്ചാട്ട് തകതകതി നന്ദഗതി താര തകതി നന്ദഗതി താര തകതി നന്ദഗതി താര മണ്ണോളെ കൊത്തുള്ള മുറുക്കേ
കൈക്കൊരുപ്പി മുറിച്ചു പെരുത്താം വീണത് ചേറ്റിലാണ് തക തക താത്തിനം തകതിതാര തകതിനം തകതിതാര താത്തിനം തകതിനം തകതിനം തകതിതാര. എല്ലാവരും പേജ് ഒന്ന് ഫോളോ ചെയ്യണേ.